കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഇന്ന് പ്രഭാതത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജയോത്സവത്തിൻ്റെ ദിവസം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി തന്നിരിക്കുക. ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുമ്പോൾ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു, കർത്താവെ ഇന്ന് അല്ലെങ്കിൽ ദൈവമേ ഇന്ന് എന്താ വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് യേശുവിനെ അറിഞ്ഞപ്പോൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് പൊതി തുറക്കുമ്പോൾ എന്ത് ആകാംക്ഷയോടെ തുറക്കുന്നു, ഇതുപോലെ കർത്താവ് ഇന്ന് എന്തൊക്കെയാണോ ഒരുക്കി വെച്ചിരിക്കുന്നുള്ള ആകാംക്ഷയോടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരു അനുഗ്രഹം നമുക്കായി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് സ്നേഹിക്കുന്ന അപ്പനിൽ നിന്ന് നമുക്കുള്ള ഒരു ഗിഫ്റ്റാണ്. ഇന്ന് നമ്മൾ വളരെ അത്ഭുതകരമായൊരു സാക്ഷ്യം, മഞ്ചേരിയിൽ നടന്ന TUS മീറ്റിങ്ങിൽ കേട്ട ഒരു അത്ഭുത സാക്ഷ്യം പ്രാരംഭമായിട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അതിനെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട തോമസ് ഉടയറിലൂടെ ദൈവവചനം നമ്മൾ കേൾക്കും. ഇപ്പോൾ ചേർന്ന് നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഇവരുടെ അത്ഭുത സാക്ഷ്യം കേൾക്കാൻ പോവാണ്. ഇന്ദു സിസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുത വിടുതൽ. ഈ മഞ്ചേരിയിലെ പ്രവർത്തനങ്ങൾക്ക് ഇവർ മുമ്പ് നിൽക്കുമ്പോൾ അവർ വെറുതെ ഏതോ ബൈബിൾ സ്കൂളിൽ പഠിച്ച കാര്യം മഞ്ചേരിക്കാരെ അറിയിക്കുകയല്ല, അവർ തൊട്ട് രുചിച്ച ജീവിക്കുന്ന യേശു മറ്റനേകരെ വിടുവിക്കാൻ മതിയായവനാണെന്ന് പറയാനാണ് അവർ നിൽക്കുന്നത്. ഇവരുടെ സാക്ഷ്യം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ എബ്രായ ലേഖനം 13:8 എൻ്റെ ഹൃദയത്തിൽ വരുന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ. 2000 വർഷം മുമ്പ് മരിച്ച് കല്ലറയിൽ തീർന്നവനല്ല. ലോകത്തിൽ വന്ന മഹാന്മാരെല്ലാം കല്ലറ കൊണ്ട് അവസാനിച്ചു. അവരുടെ തത്വങ്ങൾ ഇന്നുമുണ്ട്. പക്ഷെ ഒരുവൻ മാത്രം മരിച്ചടക്കപ്പെട്ട് ഉയർത്തു. ആ യേശുവിൻ്റെ നാമം പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഈ ഇന്ദു സിസ്റ്റർ ഒരു ആക്സിഡൻറ്റിലെ തുടർന്ന് തളർന്നു പോയി അല്ലേ? ആക്സിഡൻറ്റിനെ തുടർന്ന് എൻ്റെ ഷോൾഡർ ബോൺ പൊടിഞ്ഞു പോയി. പൗഡറായി എന്ന ഡോക്ടർ പറഞ്ഞു എക്സ്റേ കഴിഞ്ഞിട്ട്. അതുപോലെ എൻ്റെ L4 L5 ഡിസ്ക് പ്രൊലാപ്സ്ഡായി. കഴുത്തിൻ്റെ എല്ല് സാധാരണ നോർമൽ കോൺകേവ് ആണ്, ഒരു നോർമൽ എൻ്റെ സ്ട്രെയിറ്റൻ ചെയ്തു പോയി. അങ്ങനെ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഹാഫ് പാരലൈസ്ഡായി. എനിക്കൊരു സ്പൂണ് പോലും എടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലായി എൻ്റെ ലെഫ്റ്റ് ഹാൻഡ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും. ട്രീറ്റ്മെൻറ്റ് 3 വർഷം ഫുള്ള് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ അലോപ്പതി ചെയ്തു, അത് കഴിഞ്ഞ് ആയുർവേദം ചെയ്തു. എനിക്ക് ചെയ്യാവുന്ന എല്ലാ മരുന്നുകളും എല്ലാം ചെയ്തു. ഇടത്ത് കൈ ഏകദേശം തളർന്ന പോലെ ആയിപ്പോയി. ഇടത്ത് കൈ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, പാരലൈസ് ആയിരുന്നു. ഒരു സ്പൂൺ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുകയും ഈ കൈ കൊണ്ട് തന്നെ ആയിരുന്നു വെള്ളം എടുത്ത് കുടിക്കുന്നത്. കാരണം ഈ ലെഫ്റ്റ് ഹാൻഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഹാൻഡ് ഉണ്ടെന്നേ ഉള്ളായിരുന്നു, പക്ഷേ ആ ഹാൻഡ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപകടം ഉണ്ടായത് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. വണ്ടി ഞങ്ങൾ തൃശ്ശൂർക്ക് പോയ സമയത്ത് നിലമ്പൂരിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായതാണ്. അപ്പോൾ അതിന് മുമ്പേ പൂർണ്ണ ആരോഗ്യമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജോലി ആഗ്രഹിച്ചൊരു ജോലി ടീച്ചിങ് പ്രൊഫഷനായിരുന്നു, അത് ചെയ്യാൻ പറ്റുന്നില്ല. സ്കൂളിലൊന്നും ലീവായിരുന്നു. ആ സ്കൂളിലെ ആ സമയത്ത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. ഞാൻ 2005 എനിക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ഞാൻ പാലേമാട് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുക. അവിടെ ഏകദേശം ഒരു 50 സ്റ്റാഫ് +2 തന്നെയുണ്ട്. പക്ഷേ എൻ്റെ സർവീസ് ബുക്കിലുള്ളതുപോലെ ലീവ് ഒരു ടീച്ചേഴ്സിൻ്റെ ബുക്കിലും ഇല്ല. അത് തന്നെ ഒരു സാക്ഷ്യമാണ്. ഈ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ടീച്ചറിൻ്റെ കൂടെ പഠിപ്പിക്കുന്ന സന്തോഷ് സാറൊക്കെ വന്ന് കർത്താവിൻ്റെ സ്നേഹം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. സന്തോഷ് ബ്രദർ ഇവിടെ ഉണ്ട്. കർത്താവ് ഒരു വലിയ മിറക്കിൾ ഇവരുടെ ജീവിതത്തിൽ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് പഠിപ്പിക്കുക. ഒരു ദിവസം വൈകുന്നേരം ടീച്ചർ എന്നെ ഇങ്ങനെ വിളിച്ച്, എനിക്ക് തോന്നുന്നു വൈക്കത്ത് സ്പൈൻ സെൻറ്ററിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുഞ്ഞുങ്ങൾ തന്നെയേ ഉള്ളൂ. അപ്പോൾ അവരുടെ അടുത്തോട്ട് എത്താനുള്ള ധൃതിയിൽ പോരുമ്പോൾ മഞ്ചേരി വെച്ച് പനിയായി അഡ്മിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് മഞ്ചേരി അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ പാലാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടത്, ഭയങ്കരമായ ബുദ്ധിമുട്ടിൽ മിംസിൽ പോകണോ അതോ ഇവിടെ പെരിന്തൽമണ്ണയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണോ എന്നറിയാൻ വേണ്ടി ആ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു സമയം കൂടെ ആയിരുന്നു. ഞാനും വൈഫോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിൽ പറഞ്ഞു, നാളെ രാവിലെ അവിടെ പോയി പ്രാർത്ഥിക്കണം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ആ പിറ്റേ ദിവസം രാവിലെ എനിക്ക് എക്സാം ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് ഞാനവിടെ ചെന്ന് ഞാനും ജോജനോട് വൈഫോട് ഒരുമിച്ചാണ് പോയി. ഞങ്ങളവിടെ ചെന്നു. ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞു. ഡ്യൂട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചേച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ജോജൻ അവിടെ ഇരുന്നു, എൻ്റെ വൈഫ് അവിടെ ഇരുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞു.
ആ സമയത്ത് യേശു ആരാണെന്ന് ഞാൻ ആ ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് അറിയണേ. ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പം എൻ്റെ എല്ലാ അവസ്ഥയും വേഴ്സ്റ്റായിട്ടിരിക്കുക. മരുന്നുകൾ 3 വർഷം കണ്ടിന്യൂസ് മരുന്നുകൾ ചെയ്തത് എൻ്റെ ദേഹത്ത് മൊത്തം റാഷസായി. ഇപ്പം തല മുതൽ പാദം വരെ റാഷസായി. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമോ. എനിക്കൊരു പുതിയൊരു വീട് വെച്ചു. ആ വീട് ഡിസ്പോസ് ചെയ്തിട്ട് എൻ്റെ ചേച്ചി 2 മക്കളെ ഏൽപ്പിക്കണം, വിൽപ്പത്രം എഴുതി വെക്കുക, അവരെ പഠിപ്പിക്കണം. ഞാൻ ആ തലേദിവസം രാത്രിയിൽ ഹരിയേട്ടനെ വിളിച്ച് ദുബായിലിരിക്കുക. ഞാൻ വിളിച്ച് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങളെ വേറെ ആരെയും കൊടുക്കരുത്, എൻ്റെ ചേച്ചിയെ ഏൽപ്പിക്കണം. ഞാൻ ദുബൈയിലിരുന്നപ്പം രാത്രി ഒരു 11 മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ കാര്യങ്ങൾ ചോദിച്ചാൽ എന്നോ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മക്കളെ ചേച്ചി ഏൽപ്പിക്കണം, വൈഫിൻ്റെ ചേച്ചിയെ. കാരണം അങ്ങനെ ഏൽപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. അപ്പോൾ 2 പേര് അവർക്ക് പെൺകുട്ടികളെ ഇഷ്ടമായതുകൊണ്ട് 2 പേര് ഓരോരുത്തർ എടുക്കും, സ്പ്ലിറ്റ് ആകും. അവരെ സ്പ്ലിറ്റ് ആകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഒന്നിച്ച് വളർത്താൻ വേണ്ടി ചേച്ചിയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാനവൻ പറഞ്ഞു, നടുവിന് വേദന വന്നിട്ട് ഇതുവരെ ആരും മരിച്ചിട്ടില്ല, നമുക്കിനിയും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു മനുഷ്യൻ്റെ കാര്യമല്ല. പക്ഷേ പിന്നെ ഞാൻ അറിയുന്നത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞായിരുന്നു. അന്ന് പിറ്റേ ദിവസം രാവിലെയാണ് സാറും ഫാമിലിയും കൂടെ അവിടെ വരുന്നത്. ആത്മഹത്യക്ക് പ്ലാൻ ഇട്ടിരിക്കുമ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞ രാത്രി അന്ന് നേരം വെളുത്തുമ്പോഴാണ് സാറും ടീച്ചറും കൂടെ അവിടെ വരുന്നത്. 2 ബ്രോക്കേഴ്സിനോട് പറഞ്ഞു വീട് വിൽക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചിലവാക്കിയ പൈസ പോലും അതിന് കിട്ടുന്നില്ല. ചിലവാക്കിയ പൈസ കിട്ടിയിരുന്നില്ല ആ വീട് ഡിസ്പോസ് ചെയ്തതിന്. അങ്ങനെ ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോഴാണ് സാറും ടീച്ചറും കൂടെ വന്ന് പ്രാർത്ഥിച്ചു. യേശു സൗഖ്യമാക്കും, പൂർണ്ണമായിട്ട് വിടുതലുണ്ട്. യേശു അടിപ്പിണരേറ്റത് ടീച്ചറിൻ്റെയും കൂടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. യേശു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ റൂമിലും യേശു ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് യേശുവിനെ ഇഷ്ടമായി. ആ യേശു ഹൃദയവാതിൽക്ക് നിന്ന് മുട്ടുകണ്ണുണ്ട്. ഈ ടീച്ചർക്ക് ഇഷ്ടമുണ്ട് യേശുവിനെ ഉള്ളിലേക്ക് വിളിക്കാനെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കർത്താവേ, നീ എൻ്റെ രക്ഷകനായിട്ട് ഹൃദയത്തിലേക്ക് കടന്നു വരണേ എന്ന് പറഞ്ഞു. ഞാൻ ആ സമയം അത് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ഉള്ളിൽ ആരോ വന്നു. ബ്രദറെ, ഇപ്പം എന്നെ ഇവിടെ നിർത്തുന്നത് ആ ഒരു സാന്നിധ്യമാണ്. അന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ 3 വർഷമായി ഉറങ്ങിയിട്ട് ഞാനന്ന് സുഖമായിട്ട് ഉറങ്ങി. വലിയൊരു സ്വസ്ഥത, അതുവരെ അനുഭവിക്കാത്ത വലിയൊരു സ്വസ്ഥത എനിക്ക്. ആദ്യം ഹൃദയത്തിനൊരു സന്തോഷം ഉണ്ടായി, ഉറക്കമുണ്ടായി. ആ സമയത്ത് ഇവർ TV പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു. ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റിരുന്ന് TV കാണും. അപ്പോൾ എന്നെ ഒരു മാംസപിണ്ഡം പോലെ ഞാൻ എന്നെ കസേരയെ കൊണ്ട് ഇരുത്തുന്നത്. ഈ സൈഡൊക്കെ ഷോൾഡറൊക്കെ നീര് വെച്ച് വീർത്തിരിക്കും. ആ സമയത്ത് തങ്കു ബ്രദർ പ്രാർത്ഥിക്കുക, ഷോൾഡർ ബ്ലേഡിന് നീരായിട്ട് സ്റ്റിഫായിട്ട് ലെഫ്റ്റ് ഹാൻഡ് മൂവ് ചെയ്യാൻ പറ്റാതെ ഒരു സഹോദരി എന്നെ കേൾക്കുന്നു, ഇപ്പം കരം വയ്ക്കുക സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ കാര്യമാണ്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. തങ്കു ബ്രദർ പ്രാർത്ഥിച്ചു. ആ സമയം എൻ്റെ കൈ മൂവ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കൈ മുകളിലേക്ക് ഉയർത്താൻ പറ്റാത്ത കൈയാണ് ഇപ്പം ഈ കൈ ഉയർത്തുന്നത്. ഒരു സ്പൂൺ എടുത്ത് മാറ്റി വെക്കാൻ പറ്റാത്ത കൈ കൊണ്ട് ഞാനിപ്പോൾ പിക്കാസ് എടുത്ത് കിളയ്ക്കും, എല്ലാ ജോലിയും ചെയ്യും. അതിനുശേഷം ഈ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പം കുഞ്ഞുങ്ങൾ, ആ മക്കൾ നമ്മുടെ കൊയറിലുണ്ട്, അവർ 2 പേരും വന്ന് ഓ വെരി ഗുഡ് ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. എന്താ TV പ്രോഗ്രാം കണ്ടപ്പം നിങ്ങൾ കണ്ടതെന്ന് ഓർക്കുന്നുണ്ട്? അന്നേരത്തെ അമ്മ ഇങ്ങനെ കസേരയിൽ ഇരുത്തിയിരിക്കുക. അന്നേരം അമ്മയുടെ കൈ ഒന്ന് ഇങ്ങനെ ഇവിടെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ഷോൾഡറിന്. അന്നേരം തങ്കു ബ്രദർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല, ആദ്യമായിട്ട് TV ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ തങ്കു ബ്രദർ പറയും ലെഫ്റ്റ് ഹാൻഡ് ഷോൾഡർ ബ്ലേഡിന് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്ന, കൈ സ്റ്റിഫായിരിക്കുന്ന ഒരു സഹോദരി എന്നെ കേൾക്കുന്നു, വേഗം അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, അമ്മയുടെ കാര്യം തന്നെ ഡോക്ടർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ലെഫ്റ്റ് ഹാൻഡ് ഷോൾഡർ ബ്ലേഡിനാ കംപ്ലൈൻ്റ് എന്ന്. അപ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വന്ന് വേഗം ഞങ്ങൾ കൈവച്ചു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തങ്കു ബ്രദർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ബ്രദർ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കൈ ഇങ്ങനെ പൊക്കത്തില്ല. അമ്മ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ സാരിയൊക്കെ കുത്തി കൊടുക്കുന്ന ഞങ്ങളാണ്. കൈ ഇങ്ങനെ പൊക്കത്തില്ല, മുടി കെട്ടാനൊന്നും കൈ പൊങ്ങത്തില്ല. അന്നേരം പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ കൈ നിവർക്കുകയും ആ സമയം തന്നെ കൈ ഇങ്ങനെ അങ്ങ് നിവർന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ L4 L5 ഡിസ്ക് പ്രൊലാപ്സ്ഡായിട്ട് കാല് വേദനയാണ്. ഇപ്പോൾ 4 സ്റ്റോറി ബിൽഡിങ്ങാണ് ഞങ്ങളുടെ സ്കൂള്. ആ സ്റ്റെയർ കേസ് കയറുമ്പോഴത്തേക്കും എൻ്റെ കാലിൻ്റെ അസ്ഥിക്കുള്ളിക്കൂടെ വേദന. എനിക്ക് ചൂട് പിടിക്കും വെള്ളം തിളപ്പിച്ചിട്ട്. ഞാൻ പറയും ചൂടില്ല, ഇവരുടെ കൈ പൊള്ളിയാലും എനിക്ക് വേദനയില്ല. അത്ര വേദനയായിരുന്നു, അതിശക്തം. എനിക്കിങ്ങനെ നിൽക്കത്തില്ലായിരുന്നു. ഞാനിപ്പോൾ ഇന്നലെയൊക്കെ ഫുൾ ഡേ നിൽക്കുമായിരുന്നു. ഇനി ഇത്രയും സമയം ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. 5 മിനിറ്റ് നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു എനിക്ക്. എൻ്റെ കർത്താവ് ഇപ്പോൾ 5 ദിവസം എനിക്ക് നിൽക്കാനുള്ള ആരോഗ്യം കർത്താവ് തന്നു. എവിടെ ഓടി നടക്കുക, യാത്ര ചെയ്യാൻ പറ്റത്തില്ല. വലിയ വണ്ടിയിൽ എന്നെ കിടത്തിയിട്ട് സീറ്റ് ചരിച്ചിട്ട് കിടത്തി ബെൽറ്റ് ഇട്ടിട്ട് ഇപ്പോൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു ഗട്ടറി വീഴുമ്പോഴത്തേക്ക് ജർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ കരയുമായിരുന്നു. ഞാനിപ്പോൾ ഏത് കൺവെയൻസും നടന്ന് ഓടി ഓട്ടോറിക്ഷയിൽ ട്രെയിനിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ എനിക്ക് എൻ്റെ 20s ഹെൽത്ത് എൻ്റെ കർത്താവ് എനിക്ക് തന്നു. അതിനുശേഷം ഇപ്പോൾ സൗഖ്യമായിട്ട് എത്ര നാളായി? 7 വർഷമായി. അതിനുശേഷം ഞാൻ യേശുവിനെ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
മാർച്ചിലാണ് ഞാൻ യേശുവിനെ അറിയുന്നത്. അന്ന് മുതൽ ഞങ്ങൾ 3 പേരും യേശുവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി രഹസ്യമായിട്ടിരുന്നു. അപ്പോൾ ഇവർ ഞങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണം, ഒരു ബൈബിൾ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ നവംബർ മാസത്തിൽ എൻ്റെ സൗണ്ട് പോയിട്ട് ഞാൻ ENT കൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞു നോർമലാണ്, ഒരു പ്രോബ്ലം ഇല്ലെന്ന്. അവരെന്നെ കൈവിട്ടു. ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് 11 ദിവസം ഞാൻ സംസാരിച്ചിട്ടില്ല. വീണ്ടും ഞാൻ സ്കൂളിൽ പോകാതെയായി. അപ്പം ഞാനിങ്ങനെ കൈകൊട്ടി വെള്ളം വേണേൽ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ വീട് ആകെ ഒരു നരകമായിരുന്നു ഞങ്ങളുടെ വീട്. നരകം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കള തുറക്കുമ്പം മസാലയുടെ മണമല്ല, അരിവെതിശാലയുടെ മരുന്നിൻ്റെ മണം. ഓരോ റാക്കിൽ ഓരോ മരുന്നുകളായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. 7 വർഷം മുമ്പ് ചെറിയ കുഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇവർ 2 പേരും കൂടെ എൻ്റെ കഴുത്തെ കൈവച്ച് രാത്രി പറഞ്ഞു, എൻ്റെ യേശുവേ, അമ്മ രാവിലെ എണീക്കുമ്പോൾ മിണ്ടണം, അമ്മയ്ക്ക് ശബ്ദം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് അമ്മയുടെ തൊണ്ടയെ കൈവച്ച് പ്രാർത്ഥിച്ചു, യേശുവേ, ഇത്രയും നാളമ്മ മിണ്ടുന്നില്ലല്ലോ കർത്താവേ, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യേശുവേ എന്ന് പറഞ്ഞ അമ്മ എഴുന്നേക്കണേ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മയുടെ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അമ്മ എഴുന്നേറ്റത് യേശുവേ എന്ന് പറഞ്ഞായിരുന്നു. ഞാനത് കേട്ടതും ചാടി എഴുന്നേറ്റ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. തലേ ദിവസം പ്രാർത്ഥിച്ച പോലെ തന്നെ അമ്മ യേശുവേ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എഴുന്നേറ്റത്. അങ്ങനെ അന്ന് കിട്ടിയ സൗണ്ട് അമ്മയ്ക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. അന്ന് ഞാൻ ആ രാവിലെ ബെഡിൽ നിന്ന് എണീറ്റപ്പോൾ എനിക്ക് ശബ്ദം കിട്ടി. ഞാൻ അന്ന് ഓർത്തു, ദൈവമേ, ഇനി എൻ്റെ ജീവിതം മൊത്തം കർത്താവിനോടുള്ള നന്ദിയായിരിക്കും. നീ എൻ്റെ ദൈവമെന്ന് ഞാൻ ആരുടെ മുമ്പിൽ ഏറ്റു പറയാൻ ഞാൻ ഇന്ന് മുതൽ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് തരുക. അങ്ങനെ ഞാൻ അന്ന് യേശുവിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. ആ ഓട്ടോ ഇപ്പോൾ ഇവിടെ എത്തി. ഞങ്ങളുടെ വീട് നരകം എന്ന് പറഞ്ഞാൽ ഭൂമിയിലൊരു നരകമുണ്ട്. ബ്രദറിൻ്റെ വീടിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ആയിരുന്നെങ്കിൽ ഇനി സഹോദരങ്ങളോടൊക്കെ ചോദിച്ചാൽ ഇതുപോലൊരു സ്വർഗം ഭൂമിയിലില്ല. ഞങ്ങളുടെ വീട് പോലെ ഒരു നേരത്തെ ആഹാരം വെക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ബ്രെഡും മുട്ടയായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ കഴിച്ചിരുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് ഫ്രണ്ട്സ് ചോദിക്കും, നിങ്ങളുടെ വീട്ടിലൊന്നും ആഹാരം വെക്കത്തില്ല എന്നെങ്കിൽ. കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഇടക്കരയിലെ ഒരു സഹോദരൻ വീട്ടിൽ വന്നിട്ട് ചോദിക്കും, ഇതെന്താ ടീച്ചറെ, ഇത് ഹോട്ടലാണോ എന്ന്. ഞങ്ങളുടെ വീട് അത്ര സ്വർഗമാക്കി കർത്താവ് മാറ്റി. സ്തോത്രം. യേശു വന്നാൽ അകത്തും പുറത്തും. അതുപോലെ ഈ മക്കൾ വലിയ മോളാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്താലോ എബവ് ആവറേജ് ആകത്തുള്ളൂ. ഒരു 60 എബവ് ഒക്കെ കിട്ടത്തുള്ളെങ്കിൽ കർത്താവ് വന്നപ്പോഴത്തേക്കും ഔട്ട്സ്റ്റാൻഡിങ് ആക്കി. ഞങ്ങളുടെ സ്കൂള് പാലേമാട് സ്കൂള് കേരളത്തിലെ 2nd ലാർജസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടുത്തെ കൊമേഴ്സിലെ ടോപ്പറായിട്ടാണ് കുഞ്ഞ് പാസ്സായത്. യേശു നല്ല ടീച്ചറാണ്, ഹോളി സ്പിരിറ്റാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനിങ്ങനെ കേട്ടു, മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, യേശു എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, നീ എന്നെ സഹായിക്കണം, എൻ്റെ ബുദ്ധി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പഠിക്കാനിരിക്കുമ്പോൾ എല്ലാം യേശുവിനെ വിളിച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ ഇപ്പം 1 മണിക്കൂർ ഒക്കെ ഇരുന്ന് പഠിച്ചാലും പഠിക്കാൻ പറ്റാത്ത 10 മിനിറ്റ് കൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചു. അങ്ങനെ ലിറ്റിൽ ഫ്ലവറിലാണ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ 9th വെച്ച് യേശുവിനെ അറിഞ്ഞത്. അപ്പം പെട്ടെന്ന് ഈ മാറ്റം വന്നപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ചോദിച്ചു, ഗായത്രി എന്തോ ചെയ്ത് ഇത്ര പെട്ടെന്ന്? ഞാൻ പറഞ്ഞു, യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പം എൻ്റെ ബുദ്ധി മാറിയതാന്ന് പറഞ്ഞു, കർത്താവിനെ അനുഗ്രഹിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ടോപ്പറായിരുന്നു. പിന്നെ +2 വന്നപ്പോൾ അമ്മയുടെ സ്കൂളിൽ തന്നെ അവിടെ കൊമേഴ്സിലെ ടോപ്പറായിട്ട് കർത്താവ് മാറ്റിയത്. അതിനുശേഷം CA പോകണമെന്ന് ആഗ്രഹിച്ചു. അപ്പം 6 months എൻട്രൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ സൗണ്ട് കേട്ടു CA പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, 2 മാസം ക്രാഷ് കോഴ്സിന് പോയി നോക്ക്, അത് കിട്ടുവാണെങ്കിൽ അതിന് പോകാം, അല്ലെ ഡിഗ്രിക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം ക്ലാസ്, 1 മാസം സ്റ്റഡി ലീവ്. അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ 8 പേര് CA പോയായിരുന്നു. അവർക്ക് ആർക്കും കിട്ടിയില്ല. പാസ്സായപ്പോൾ ഞാൻ മാത്രം CA എൻട്രൻസ് പാസ്സായി ഇൻ്റർ ചെയ്യുക. അപ്പോൾ ഈ മാസം ഇനി ലണ്ടനിലേക്ക് പോകാനിരിക്കുക. ലണ്ടനിലേക്ക് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, എത്ര അത്ഭുതകരമായ സാക്ഷിയാണ് നമ്മൾ കേട്ടത്. നമ്മുടെ കർത്താവിന് തുല്യനായിട്ട് പറയാൻ, കർത്താവിനെ പോലെ വിടുവിക്കുന്ന, കർത്താവിനെ പോലെ സ്നേഹിക്കുന്ന, ക്ഷമിക്കുന്ന വേറെ ആരാ ഉള്ളത്? നമ്മുടെ കർത്താവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ വേറെ ആരാ ഉള്ളത്? എത്ര അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിമാർ. ഇനി അനുഗ്രഹിക്കപ്പെട്ട ദൈവനത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും പ്രാർത്ഥനയെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ഭയമാണ് ഉള്ളിലുള്ളത്. ഭയഭക്തി, നമ്മൾ പറയാറുണ്ട് ഭയഭക്തി. ദൈവത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അടുക്ക പോകുന്നത് ഹോംവർക്ക് ചെയ്യാത്തൊരു കുഞ്ഞ് ഒരു സാറിൻ്റെ അടുക്കൽ വിറച്ചുകൊണ്ട് ചെല്ലുന്നത് പോലെയായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്നേഹം, ദൈവം സ്നേഹമാണ്, സ്നേഹിക്കുന്നൊരു പിതാവ്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ധൈര്യത്തോടെ ചെല്ലാമെന്ന്. ആ തെറ്റിദ്ധാരണ മാറിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലായി. ഇന്ന് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറുന്നത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കിടക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചും
ദൈവത്തിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും മനുഷ്യർക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും മനുഷ്യന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, അവർ സ്നേഹിച്ച് ആരെങ്കിലും മരിക്കുമ്പോൾ, രോഗം വരുമ്പോൾ അവരിങ്ങനെ പറയും, ദൈവമേ എന്തിനാ എനിക്കിട്ടിങ്ങനെ ചെയ്ത്. ശരിയല്ലേ? അങ്ങനെ പലരും പറയും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും കഷ്ടങ്ങളും ദൈവം തരുന്നതാണ് എന്നൊരു ചിന്താഗതി ലോകമെങ്ങും മനുഷ്യരുടെ ഇടയിലുണ്ട്. നന്മകൾ വരുമ്പോൾ മനുഷ്യൻ ദൈവത്തെ ഓർക്കാറില്ല, നന്ദി പറയാറില്ല. പക്ഷെ തിന്മകൾ വരുമ്പോൾ ഇത് ദൈവം ചെയ്തതാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പാടെ മാറ്റാൻ ദൈവം ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് മനുഷ്യന് ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ വന്നത്? ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ യഹോവയാം ദൈവം അവരുടെ കൂടെ നടക്കുമായിരുന്നു. എന്നാൽ പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നകന്നപ്പോൾ ദൈവത്തെ മനുഷ്യൻ അറിയാതെയായി. അവൻ്റെ ആത്മീയ കണ്ണുകൾ കുരുടായിപ്പോയി. നമ്മളിങ്ങനെ വായിക്കുന്നു, ആ വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു. വാസ്തവത്തിൽ തുറന്നത് പ്രശ്നങ്ങൾ കാണുന്നൊരു കണ്ണ്, പ്രതിസന്ധി കാണുന്നൊരു കണ്ണ്, തെറ്റിദ്ധാരണയുടെ ഒരു കണ്ണ് തുറന്നു. എന്നാൽ ദൈവത്തിൻ്റെ നന്മകൾ കാണുന്ന കണ്ണ് അടഞ്ഞുപോയി, ഹൃദയ കണ്ണ് അടഞ്ഞുപോയി. അങ്ങനെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവായ സാത്താൻ കുറ്റങ്ങളെല്ലാം ദൈവത്തിന്മേൽ ആരോപിക്കാൻ തുടങ്ങി. എന്തിന്? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് സകല ബലവും ഭുജിക്കാനും നന്മകൾ കൊണ്ട് ദൈവം അവനെ നിറച്ചു. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം മാത്രം തിന്നരുതെന്ന് പറഞ്ഞു. അത് മുതലെടുത്തുകൊണ്ട് ശത്രുവായ സാത്താൻ മനുഷ്യനോട് പറഞ്ഞു, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിന് അറിയാം, നിനക്ക് നല്ലത് വരണമെന്ന് ദൈവത്തിനില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ കൊടുത്തു. ആ തെറ്റിദ്ധാരണ ഇന്നും കിടക്കുകയാണ്. ദൈവം എനിക്ക് തിന്മകൾ തരുന്നു, ഇനി ഞാൻ ദൈവത്തെ എങ്ങനെങ്കിലും ദൈവത്തിന് എന്നോടുള്ള പിണക്കം മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മനുഷ്യന് ഒത്തിരി കഷ്ടങ്ങൾ സഹിക്കുക. എന്നാൽ ഈ തിരുവചനത്തിലൂടെ വരുന്ന സദ്വർത്തമാനം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ദൈവം നമ്മളെ പീഡിപ്പിക്കുന്ന ഒരു ക്രൂര യജമാനനല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്വന്തം പിതാവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. ദൈവത്തെക്കുറിച്ചുള്ള സകല തെറ്റിദ്ധാരണയും മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ദൈവം സ്വയം ഈ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന് കാണാവുന്ന രീതിയിൽ അവൻ ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. അവൻ്റെ പേരാണ് യേശു. യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ദൈവം നന്മകളുടെ ദൈവമാണെന്ന് കാണിച്ചു കൊടുക്കാൻ വന്നതാണ്. ക്രിസ്തുവിന് മുമ്പും യഹൂദന്മാർക്ക് ദൈവിക വെളിപ്പാടുകളും അരുളപ്പാടുകളും ഉണ്ടായി. പ്രവാചകന്മാരൊക്കെ ദൈവത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതി. യെശയ്യാവ്, യിരെമ്യാവ്, പ്രവാചകന്മാരൊക്കെ ദീർഘദർശികൾ പലതും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അതൊന്നും പൂർണ്ണമായ അറിവുകളല്ലായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1:1 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് സംസാരിച്ചു. അത് പാർഷ്യലായ അറിവേ കൊടുത്തുള്ളൂ. ഒരാനയെ കാണാൻ കണ്ണിന് കാഴ്ചയില്ലാത്തവർ പലര് പോയെന്നും, കാല് കണ്ടവൻ ആന തൂണ് പോലെയാണെന്നും, വാലയിൽ തൊട്ടവൻ ആന ചൂല് പോലെയാണെന്നും, ചെവിയെ തൊട്ടവൻ ആന മുറം പോലെയാണെന്നും പറഞ്ഞൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു അംശമാണെങ്കിലും പൂർണ്ണമായിട്ട് അങ്ങനെ അല്ലല്ലോ എന്നതുപോലെ ദൈവം നീതിമാനാണ്, സൃഷ്ടിതാവാണ്, സർവശക്തനാണ് എന്നൊക്കെ ക്രിസ്തുവിന് മുമ്പും മനുഷ്യൻ അറിയാമായിരുന്നു. എന്നാൽ ദൈവം ശിക്ഷിക്കുന്നവനല്ല, മറിച്ച് മാനവജാതിയുടെ ശിക്ഷകൾ സ്വയം ഏറ്റെടുക്കുന്ന സ്നേഹിക്കുന്ന അപ്പനാണ് എന്ന് വെളിപ്പെടുത്താനും കൂടെയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 21 ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകും. ആ തിരിച്ചറിവ് കിട്ടിയ ശിഷ്യന്മാർ പറഞ്ഞൊരു വാക്ക്, യേശുവിനെ കണ്ടപ്പോഴാണ് ഇതാണ് കർത്താവ്, അത് കർത്താവ് തന്നെ എന്നവർ പറയുന്നൊരു വാക്കുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം നമുക്കൊന്നെടുക്കാം. യോഹന്നാൻ 21:7 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക.
യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഈ സംഭവം ഞാൻ പറയാം. യേശുവിൻ്റെ ക്രൂശ് മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം ഈ ശിഷ്യന്മാർ വിചാരിച്ചു എല്ലാം തീർന്നു, യേശു മരിച്ചു, കൊണ്ട് കല്ലറയിൽ അടക്കി, ഇനി ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ അങ്ങനെ ഇരുന്ന് മൂന്നാം നാൾ യേശു ഉയർത്തു. മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടും അവർക്ക് വിശ്വാസം വന്നില്ല. നിങ്ങൾ മർക്കോസ് 16 വായിക്കുമ്പോൾ ഏകദേശം 40 ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടും പല തവണ പ്രത്യക്ഷപ്പെട്ടിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എടാ, മരിച്ച ഒരാൾ എഴുന്നേറ്റ് നടക്കുന്നെന്നോ? അതുകൊണ്ടാണ് മർക്കോസ് 16:8 12 വായിക്കുന്നു, യേശുവിനെ കണ്ട സ്ത്രീകൾ ചെന്ന് ഞങ്ങളവനെ കണ്ടു, ശിഷ്യന്മാർ വിശ്വസിച്ചില്ല എന്നവിടെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ 12-ാം വാക്യത്തിൽ വേറെ 2 ശിഷ്യന്മാർ പോകുന്ന വഴിയിൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു, അവർ വന്ന് പറഞ്ഞിട്ടും അവർ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. കാരണം അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ശിഷ്യന്മാർ പിന്നെ നേരിട്ട് കണ്ടിട്ടും അവർക്ക് ശരിയായ വിശ്വാസം അങ്ങോട്ട് വന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം പത്രോസ് തൻ്റെ സ്നേഹിതരോട് പറഞ്ഞു, പിന്നെ പ്രാർത്ഥനയാ, സുവിശേഷ വേലയാ, രോഗശാന്തിയാന്നൊക്കെ പറഞ്ഞ് നടന്നാൽ നമ്മുടെ കാര്യം മുടങ്ങും, നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിൻ്റെ വാക്ക് കേട്ട് വേറെ 6 ശിഷ്യന്മാരോട് കൂടി അവർ 7 പേര് ചേർന്ന് മീൻ പിടിക്കാൻ പോയി. ഗലീലാക്കടലിൽ പഴയ വിട്ടേച്ച് പോകുന്ന പടകും വലയൊക്കെ എടുത്ത് നോക്കിയിട്ട് ആ രാത്രി ഒന്നും കിട്ടിയില്ല. എന്നാൽ രാവിലെ ഒന്നും കിട്ടാത്ത വലയുമായി അവർ കരയ്ക്കേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കരയ്ക്കിതാ ഒരാൾ നിൽക്കുന്നു. അത് യേശുവായിരുന്നു. നമ്മളിങ്ങനെ വായിക്കുന്നു, യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. ഏതോ ആ നാട്ടുകാരൻ, സാധാരണ മീൻപിടുത്തക്കാർ മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ നാട്ടുകാരൊക്കെ വല്ലതും കിട്ടിയോന്ന് ചോദിക്കത്തില്ലേ? കരയ്ക്ക് നിന്നയാൾ ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ, വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. ബൈബിൾ വായിച്ചാൽ നമുക്ക് തോന്നും പതുക്കെ ചോദിച്ചെന്ന്. ദൈവം തമ്പുരാൻ്റെ ശബ്ദമൊക്കെ അല്ലേ, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അങ്ങനല്ല ചോദിച്ചേ. ആ തിരമാലയുടെ ശബ്ദത്തിൽ കരയ്ക്ക് നിന്നയാൾ, നമ്മളൊക്കെ സാധാരണ കടൽ തീരത്ത് പോയാൽ മീൻപിടുത്തക്കാരോട് വിളിച്ച് ചോദിക്കും, വല്ലതും കിട്ടിയോ? എന്ത് ചെയ്തു? വല്ലതും കിട്ടിയോ എന്ന് ഉറക്കെ ചോദിച്ചു. അവർ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, എങ്കിലും വലത്ത് ഭാഗത്തോട്ട് വീശിക്കുക എന്ന് പറഞ്ഞു. ആ രാത്രി മുഴുവൻ അധ്വാനിച്ചും കിട്ടാഞ്ഞവർ യേശുവാന്ന് പിടികിട്ടിയില്ല. അവർ വലത്ത് ഭാഗത്ത് വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ട അകപ്പെട്ട് വല കീറാറായി, വള്ളം നിറഞ്ഞു. ആ മീനിൻ്റെ പെരുപ്പം കണ്ടപ്പോൾ പത്രോസ് യോഹന്നാനോട് പറയുക, അത് കർത്താവാണ്, അത് കർത്താവാണ്, അത് കർത്താവാന്ന് പറയാനാ ഇന്ന് പകൽ എന്നെ ഇവിടെ അയച്ചത്. പലരുടെയും ധാരണ നോക്കിക്കേ, ഈ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ് വീണ്ടും മീൻ പിടിക്കാൻ പോയതാണ്. നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന കർത്താവാണെങ്കിൽ അവനെ പോയി ശിക്ഷിച്ച് അവൻ്റെ വല പിടിച്ച് കീറി വള്ളവും മുക്കിയിട്ട് ഇറങ്ങടാ സുവിശേഷ വേലയ്ക്കെന്ന് പറയും. ചെല്ല് പറയുന്ന കർത്താവിനെ ശോധന ചെയ്യുക, കർത്താവിൻ്റെ ബിസിനസ്സിനെ തകർക്കുക. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിൻ്റെ ബിസിനസ്സിനെ തകർക്കുന്നവനല്ല കർത്താവ്, നിൻ്റെ ശൂന്യമായതിനെ നിറയ്ക്കുന്നവനാണ് കർത്താവ്. അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വന്തമാക്കും. ഇന്ന് നമ്മൾ കേട്ട സത്യം നമ്മളെ സ്വന്തമാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ധാരണകൾ മാറിയപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വലിയ വിശാലം വന്നിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഇപ്പോൾ തന്നെ അല്പം ഒന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വലിയ മാറ്റമായി. നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്ന് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്യാൻ പോവാണ്. നമുക്ക് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ അവിടുത്തെ സന്നിധിയിലേക്ക് വരിക. കർത്താവേ, അങ്ങ് കരുണാസമ്പന്നനായ ദൈവമാണ്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് മഹാസ്നേഹം. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹമാണല്ലോ ഈ ഭൂമിയിൽ ശരീരം ധരിച്ചു വന്നത്. അതാണല്ലോ ഞങ്ങളുടെ കർത്താവ്. ആ യേശുവിൻ്റെ നാമത്തിൽ ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഇപ്പോൾ തന്നെ വലിയൊരു വിശാലത, ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു വിശാലത എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട അകത്തേക്ക് വരുന്നതിനായി നന്ദി. ഇന്നു മുതൽ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും. സ്നേഹിക്കുന്ന പിതാവിൻ്റെ അടുക്കൽ തത്സമയത്തെ കരുണ പ്രാപിക്കുവാൻ ഓടി വരുന്ന പ്രിയ മക്കളായി
കർത്താവിനെ തീർക്കുന്നതിനായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വാതന്ത്ര്യം, ഇനി ഭയമല്ല, ദാസത്വമല്ല, സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൽ വരട്ടെ. എൻ്റെ യേശു ക്രൂശിൽ നേടിയ മുഴുവൻ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. സാമ്പത്തികമായി ഞെരുങ്ങുന്ന വ്യക്തികൾ എന്നെ കേൾക്കുമ്പോൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ സാമ്പത്തികമായ വിഷയങ്ങൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ. നാളുകളായി ഭവനത്തിൽ എത്ര അധ്വാനിച്ചിട്ടും മിച്ചം വരാത്ത അവസ്ഥകൾ അത് മാറട്ടെ. തുടർച്ചയായിട്ടുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കുഞ്ഞുങ്ങളുടെ സ്ഥിരമായിട്ടുള്ള രോഗത്തിൻ്റെ വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇനി ഒന്നും ഇവരുടെ ജീവിതത്തിൽ നഷ്ടമാകാത്തവണ്ണം ക്രിസ്തു യേശുവിൻ്റെ സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവെ, രോഗിയുടെ മേൽ, ശരീരത്തിൻ്റെ മേൽ അങ്ങയുടെ കരം വെക്കുന്നതിനായി സ്തോത്രം. എൻ്റെ യേശുവിൻ്റെ കരം ഇപ്പോൾ രോഗിയുടെ മേൽ വരുമ്പോൾ ആ തലവേദന മാറട്ടെ, ചലിക്കാത്ത അവയവങ്ങൾ ചലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ കർത്താവെ, ആ സന്ധി വേദനകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിനായി നന്ദി. അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ആ പ്രിയപ്പെട്ടവരുടെ മേൽ വെക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുക. കർത്താവ് ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നമുക്ക് പ്രിയപ്പെട്ടവരെ, അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുക. സൗഖ്യം മക്കളുടെ അപ്പമാണ്, നമ്മുടെ അവകാശമാണ്. നമ്മുടെ കർത്താവ് ക്രൂശിൽ രക്തം കൊടുത്ത് വാങ്ങിച്ചതാണ് സൗഖ്യം. അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ അവകാശമാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ആയിരിക്കാൻ നന്ദി. ഇപ്പോൾ തന്നെ വിശ്വാസത്തോടെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചലിച്ചു നോക്കിക്കേ. ഇപ്പോൾ തന്നെ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരം അവിടെ നിങ്ങളെ തൊട്ടിട്ടുണ്ട്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ നമ്പർ, നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ചറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വീണ്ടും ഇന്നത്തെ മെസ്സേജിൻ്റെ തുടർച്ച നമ്മൾ വീണ്ടും അടുത്ത ദിവസം കാണും. അതുവരെ കർത്താവിൻ്റെ കൃപയുടെ കീഴെ കർത്താവ് നിങ്ങളെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കും.